ഉണ്ണിയേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒക്ടോബർ മാസത്തിൽ ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്നൊരു സിനിമ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. നിറയെ വയലൻസ് ആയിട്ടൊരു സിനിമ. അനുകരിക്കാൻ അതിൽ യാതൊന്നുമില്ല എന്ന് തോന്നും. പക്ഷേ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യാതൊരു അഡ്രസ്സും ഇല്ലാത്ത രണ്ട് ചെറുപ്പക്കാർ പണം കൊണ്ടും പവർ കൊണ്ടും ഒരു നഗരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പവർഫുള്ളായ ഒരു ഗ്രൂപ്പിനെതിരെ ധൈര്യമായിട്ട് നീങ്ങുന്നതാണ്. ലക്ഷ്യത്തിൽ അവരെത്തുമോ എന്നറിയില്ല, ഉദ്യമത്തിൽ അവർ പരാജയപ്പെടുമോ എന്നവർക്കറിയില്ല. പക്ഷേ തങ്ങൾക്കൊരു ദൗത്യമുണ്ട് എന്ന വിചാരത്തിലാണ് ഇത്ര ധൈര്യമായി അവർ മുന്നോട്ട് പോകുന്നത്. സുവിശേഷത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് ഇതുപോലെ തന്നെ പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെതിരെ നീങ്ങുന്നതാണ് അത്. ലൂക്കാ സുവിശേഷം 13-ാമത്തെ അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങളിലും ഇപ്പോൾ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 26 മുതൽ തിരുവചനങ്ങളിലും നമ്മളത് കാണും. ഒന്നാമത് ഹെറോദസ് രാജാവുമായിട്ടാണ്, അല്ലെങ്കിൽ ഹെറോദസ് രാജാവിന് എതിരായിട്ടാണ് കർത്താവ് സംസാരിക്കുക. നിന്നെ ഹെറോദസ് കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കർത്താവിനോട് ആളുകൾ എന്ന് പറയുന്നത്. കർത്താവ് അവരോട് പറയുന്നു, ആ കുറുക്കനോട് പോയി, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ ഇവിടെ രോഗികളെ സുഖപ്പെടുത്തിയും പിശാചു ബാധിതരെ സൗഖ്യപ്പെടുത്തിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 26 മുതൽ തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. അത് യഹൂദർക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെതിരെയാണ്, മറ്റത് റിലീജിയസ് ലീഡർഷിപ്പിനെതിരെയാണ്, മത നേതാക്കൾക്കെതിരെയാണ്. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനും ഉണ്ട് എന്നാണ് കർത്താവ് പറയുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിന് പ്രതികരണം ഉണ്ടാവുക എന്നും തനിക്ക് എന്താണ് സംഭവിക്കുക എന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ ആവില്ലല്ലോ കർത്താവ് ഇതൊക്കെ പറയുന്നത്. അത് കർത്താവിന് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് തുടർന്നു വരുന്ന വചനങ്ങളിൽ നമ്മൾ വായിക്കുക. എന്നെ ഉയർത്തിക്കഴിയുമ്പോൾ, കുരിശിൽ ഉയർത്തിക്കഴിയുമ്പോൾ എന്നാണ് ആ പറയുന്നതിനർത്ഥം. അപ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുക എന്ന് കർത്താവ് പറയുകയാണ്. അതായത് ഞാൻ മരിക്കാൻ തയ്യാറാവുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് അത് പറയുന്നത്. എങ്ങനെയാണ് കർത്താവിന് ഇത്ര ധൈര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഈശോ ഇത്ര ധൈര്യമായി എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ കാരണം സുവിശേഷത്തിൽ നിന്ന് തന്നെ കർത്താവിൻ്റെ വചനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാനാവും. അവൻ പറയുന്നത്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ അവിടുത്തെ ഇഷ്ടമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അനാഥനായി അവൻ എന്നെ വിടുകില്ല. ദൈവം എൻ്റെ കൂടെയാണ് എന്നാണ് കർത്താവിൻ്റെ ധൈര്യത്തിന് നിദാനമായ വസ്തുത. ദൈവം കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുമായി ഒരു വലിയ തിരുനാൾ നമ്മളെ സമീപിക്കുകയാണ്, ക്രിസ്തുമസ്. ഇമ്മാനുവൽ എന്ന വാക്കിനർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്ക് എതിര് നിൽക്കാൻ ആർക്ക് സാധിക്കും? പൗലോസ് അപ്പോസ്തലൻ തന്നെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം കൂടെയുണ്ടെങ്കിൽ ആർക്ക് എന്നെ എതിർക്കാൻ കഴിയും? ആർക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയും? ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും ശക്തിക്കോ ഇപ്പോൾ ഉള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ മറ്റൊന്നിനും യേശുക്രിസ്തുവിനോടുള്ള ദൈവത്തോടുകൂടെ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പായിട്ട് പറയുന്നതിന് കാരണം കർത്താവ് കൂടെയുണ്ട് എന്ന പൗലോസ് ശ്ലീഹായുടെ ചിന്തയാണ്. ഈ കർത്താവ് കൂടെയുള്ളതിൻ്റെ അനുസ്മരണമായി നമ്മൾ കർത്താവിൻ്റെ ഒരു സമാധാനവും രക്ഷയും നമുക്ക് ആവശ്യമാണ് എന്ന് കൂടുതൽ ചിന്തിക്കുന്ന ഒരവസരമായി ഈ ക്രിസ്തുമസിനെ നമ്മൾ കാണുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിലാണല്ലോ, ഒക്ടോബർ മാസത്തിൽ തന്നെയാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ ട്രംപ് വീണ്ടും അധികാരത്തിലേറിയത്. അദ്ദേഹം അധികാരത്തിൽ വിജയത്തിൽ എത്തിയതിന് ശേഷം 527 ഇലക്ടറൽ സീറ്റിൽ 301 നേടിക്കഴിഞ്ഞ് വിജയത്തിലെത്തിയതിന് ശേഷം ഡാളസിൽ സംസാരിക്കുന്നത്, ടെക്സാസിലെ ഡാളസിൽ സംസാരിക്കുന്നത് നമ്മൾ ടി വിയിലൂടെയും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെയും കേട്ട് കാണും. അമേരിക്ക നീഡ്സ് എ സേവിയർ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ കണക്ക് കൊടുക്കേണ്ടത് വൈറ്റ് ഹൗസിനോടോ വാഷിങ്ടനോടോ ഒന്നുമല്ല, നമ്മൾ കണക്ക് കൊടുക്കേണ്ടത് ബോസിനോടാണ്.
യേശുവിനോടാണ് നമ്മൾ കണക്ക് കൊടുക്കേണ്ടത്, ദൈവത്തോടാണ് നമ്മൾ കണക്ക് കൊടുക്കേണ്ടത് എന്നാണ് അയാൾ ആവശ്യപ്പെടുക അമേരിക്കക്കാരോട്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം, ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എല്ലാ വീടുകളിലും അതുകൊണ്ട് ബൈബിൾ ഉണ്ടായിരിക്കണം. ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞത്രേ, താങ്കളാണ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തി, ഇത്ര പ്രസിദ്ധനായ ഒരാൾ വേറെയില്ല. ഉടനെ ട്രംപ് മറുപടി പറഞ്ഞു, ഞാനൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി, ഏറ്റവും സുപ്രസിദ്ധനായ വ്യക്തി ഞാനല്ല. അതെ, താങ്കൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി എന്ന് അയാൾ വീണ്ടും ആവർത്തിച്ചു. ട്രംപ് മറുപടി പറഞ്ഞു, യേശുക്രിസ്തുവാണ് ഏറ്റവും സുപ്രസിദ്ധനായ ലോകത്തിലെ വ്യക്തി. ആ സുപ്രസിദ്ധനായ വ്യക്തിയുടെ ജനനത്തെ നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് ഡിസംബർ മാസം 25-ാം തീയതി. ക്രിസ്മസിൻ്റെ ഭാവുകങ്ങൾ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുകയാണ്. വി നീഡ് എ സേവിയർ, വി നീഡ് എ സേവിയർ എന്ന് ആവർത്തിച്ച് പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രസിഡൻറ്റും കൂടിയാണ്. എങ്കിലേ നമ്മൾ രക്ഷ പ്രാപിക്കുള്ളൂ എന്നുകൂടെ അദ്ദേഹം അനുസ്മരിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവുമായി ഒരു ബന്ധമുണ്ട്. ആ പേര് തന്നെ ക്രിസ്തുവിൻ്റെ അനുയായി എന്നാണല്ലോ. ക്രിസ്തുവുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്രിസ്തുവുമായി ക്രിസ്ത്യാനിക്ക് കണക്ഷനുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കണക്ഷൻ ഉള്ള നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കണക്ഷൻ അനുസരിച്ച് നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടോ? നമസ്കാരം ചൊല്ലിക്കേൽപ്പിക്കാൻ വന്ന ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞതുകൊണ്ടൊരു കണക്ഷനൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, നിനക്ക് അവനോടിപ്പോൾ കണക്ഷൻ ഉണ്ടോ? അതിന് മറുപടി പറഞ്ഞത് അമ്മയാണ്. കണക്ഷൻ ഉണ്ടോയെന്നോ? ഈ മൊബൈൽ ഫോൺ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും പാതിരയ്ക്കുമൊക്കെ വിളിച്ച് പൊട്ടിത്തെറിച്ച് പോകുമോ എന്നാണ് എൻ്റെ പേടി. കണക്ഷൻ ഇഷ്ടം പോലെയുണ്ട്. ഈശോയുടെ അനുയായികളായി നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയാണത്. യേശുക്രിസ്തുവുമായി നമുക്ക് കണക്ഷനുണ്ട്. ഉറപ്പായിട്ടും കണക്ഷൻ ഉള്ളതുകൊണ്ട് കോണ്ടാക്റ്റ് ഉണ്ടോ എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. യേശുക്രിസ്തുവിനോട് ക്രൈസ്തവരായി നമുക്ക് ശരിക്കും ഒരു കോണ്ടാക്റ്റ് ഉണ്ടോ? ആ കോണ്ടാക്റ്റിൽ വരാൻ ഈ ക്രിസ്മസ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.